ഇതാരാ? അയ്യോ ഡാറ്റ്. ഈ അപ്പൂസിന് രാത്രി ഉറക്കമൊന്നുമില്ലേ? പാറു, ഞാൻ കണ്ടു. എണീച്ചോ? ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. എന്റെ ഫോണ് ഞാൻ എവിടെയോ അച്ഛാ, അതുണ്ടല്ലോ എൻ്റെ ഫോണ് ഞാൻ ഇവിടെ വെച്ചോ മറന്നുപോയി. അച്ഛൻ കണ്ടായിരുന്നു എൻ്റെ ഫോണിനെ? അയ്യോ, എന്റെ മോളുടെ ഫോണ് സെറ്റ് ചെയ്ത് അടിയിൽ വെച്ച് മറന്നു പോയാ. അച്ഛപ്പ കണ്ടുപിടിച്ചാലാട്ടാ. ആ സംസാരത്തിന് എന്തോ ഒരു വശപ്പശക്കില്ലേ? അരവിന്ദ് അവളുടെ പോക്കറ്റിൽ ഇരുന്ന ഫോണിനെ എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. ഈശ്വര്യ, ഇതെന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. എത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ചെറിയ ഫോണിന് അച്ഛൻ കണ്ടുപിടിച്ചില്ലേ? യു ആർ ദ ഗ്രേറ്റ്. നിങ്ങളുടെ കൃത്യനിഷ്ഠയും നിങ്ങളുടെ സമയബദ്ധവുമായിട്ടുള്ള അന്വേഷണം കൊണ്ടാണ് എൻ്റെ ഫോണിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. യു ആർ ദ ഗ്രേറ്റ് പുസി, യു ആർ ദ ഗ്രേറ്റ്. കൂടുതൽ കിടന്ന് ആക്കാതെ പോയി കിടന്ന് ഉറങ്ങുവണ്ണേ. രാത്രി അവളെ ഒരു ഫോണെന്നും പറഞ്ഞ് ഇറങ്ങിക്കോളും മനുഷ്യനെ ഉറക്കം കരുത്താൻ. അതിന് ഞാൻ അപ്പൂസിനെ വിളിച്ചില്ലല്ലോ. ഞാൻ പോണേ. അല്ല, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇങ്ങോട്ടല്ലേ നിന്റെ റൂം? അതെന്താ ഈ വീട്ടിൽ റൂമിൽ പോയിക്കൂടെ എന്നും പറഞ്ഞ് പാറു മുകളിലേക്ക് കയറി പോകുന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഹലോ ആരവേ. എടുത്ത കുറ്റി അതേപോലെ ഇട്ടോടാ. അവളെ അച്ഛൻ പൊക്കി. ഹായ്. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, ഈ 24 മണിക്കൂർ നീ എന്തിനാടാ എന്നെ പറയുന്നേ? നിങ്ങൾക്കറിയോ, സത്യം പറഞ്ഞത് ഞാൻ നിങ്ങളെ കാണുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആതിരയെ പറയുമായിരുന്നു. അവളാണ് എൻ്റെ ലോകമെന്നും പറഞ്ഞതാണ് ഞാൻ നടന്നത്. അതിനിടയ്ക്ക് അവളെ ചേട്ടൻ വന്ന് എന്നെ പണിക്കിട്ട്. അതുകൊണ്ട് അവളെ മുമ്പിൽ അവളെക്കാളും സുന്ദരിയായ ഒരാളെ വളച്ച് കെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ പറയുമായിരുന്നു. പ്രിയ അവനെ ചോദിച്ചു നോക്കുന്നു, നമുക്കിന്ന് വൈകിട്ട് ഒരു ഡിന്നറായാലും? എന്തിനാ ഇനി ഇങ്ങനെ നോക്കുന്നേ? ഞാൻ സുന്ദരനാണെന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്തായി? ഡിന്നറിഞ്ഞ് ആക്ച്വലി 2 ദിവസം ഞങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. മറ്റേതാ എക്സാം ആയതുകൊണ്ട്. എന്നിട്ടാണോ നീ എന്റെ പറയുന്നേ? ഓ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും. ലഞ്ചിൻ്റെ കാര്യം അല്ല, സോറി, ഡിന്നറിൻ്റെ കാര്യം. അവൻ്റെ ഒരു ഡിന്നർ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാറങ്ങോട്ട്, ഞാൻ പോവാം. പോരേ, ഞാനും ഉണ്ട്. റിയ, ഒന്ന് നിന്നെ. ഈ മരം ഇവിടെ എത്തിയോ? ഇത് എനിക്കിപ്പൊ തന്നെ പറഞ്ഞായിരുന്നു ഇതാരാണെന്ന്. പിന്നെ മതി. ഹായ് റിയ. നീ എന്നെ പേടിച്ച് കേരളത്തിലേക്ക് വന്നപ്പോ ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. കഴിഞ്ഞു. എന്ത്? അല്ല, ഇത് പറയാനാണ് നീ എന്നെ ഇവിടെ വിളിച്ചു നിർത്തിയെങ്കിൽ നീ വന്നു എന്നെനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പോകാലോ. ഞാൻ ഇതൊന്നും പറയാനല്ല നീ ഇവിടെ വിളിച്ചു. എക്സ്ക്യൂസ് മീ. നീ എന്താ ഈ കോലത്തില്? എന്നെ ആരും തിരിച്ചറിയാതിരിക്കാന് ഞാൻ ഈ വേഷത്തിൽ വന്ന്.
എങ്ങനെയുണ്ട്? പൊളയല്ലേ സംഭവം? കൊള്ളാം. എന്താ നീ വരാൻ പറഞ്ഞത്? ഞാൻ ഈ പെൻട്രൈവ് തരാനാണ് സാറിനെ വിളിച്ചത്. ആനന്ദിൻ്റെ ഗോഡനിൽ നടക്കുന്ന എല്ലാ സംഭവവും ഇതിലുണ്ട്. 14-15 ഏജ് പോലും തികയാത്ത പെൺകുട്ടികളെ ഹോർമോൺ ചേഞ്ചിൻ്റെ വ്യത്യാസം മൂലമുണ്ടാക്കി അവർ 18 വയസ്സിൻ്റെ രീതിയിലാക്കി മാറ്റുന്നു. അതിൻ്റെ മെയിൻ കന്യയാണ് റോബർട്ട് ഹെലറ്റ്. ഇതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മഹിം ആനന്ദ് വർമ്മയും ചെയ്യുന്നത്. പിന്നെ ശിവയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അത് ഞാൻ ദിയ മാമിനെ അയച്ചു കൊടുത്തിരുന്നു. ബട്ട് മാം ഇതുവരെ തുറന്നു നോക്കിയില്ല. കേസിൻ്റെ ഭാഗമായിട്ട് ബിസി ആയിട്ടുണ്ടായിരിക്കും മാഡം അത് നോക്കാത്തത്. എന്തായാലും ഈ എവിഡൻസ് സാറിന് ഞാൻ തരാം. എൻ്റെ പൊന്ന് പാറുവല്ലേ ഓരോടി നാളാ. അയ്യടാ എനിക്കൊന്നും വയ്യ, എനിക്ക് പഠിക്കണമെന്ന് വയ്യ. പഠിച്ചിട്ടാണ് ഞാൻ കമ്പനി കയറിയത്. അപ്പം നീ എന്നെ പഠിക്കാൻ വേണ്ടി വിളിക്കുന്നു. സോറി മോട്ടേഴ്സിന് ഞാൻ വരൂല. വല്ല തിന്നാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ വരാം. അതുകൊണ്ട് നീ എന്നെ ഈ കാര്യത്തിൽ തീരെ പ്രതീക്ഷിക്കരുത്. പ്ലീസ് അടി പാറു, ഞാൻ മാത്രമേ വീട്ടിൽ ചെറിയ കൊട്ടിയിരിക്കണുള്ളൂ. എന്തെങ്കിലും പഠിക്കാൻ പോട്ടടി, പാടി നീ കൂടെ. ഇനി ഓർഡർ ചെയ്താൽ കോഫി എടുത്ത് കോട്ടയം. പ്ലീസ് അടി ഒന്ന് വാടി, എന്നോട് വന്നാൽ മതി. നീ പഠിക്കൊന്നും വേണ്ട, ഞാൻ പഠിച്ചോളാം. പ്ലീസ് നോക്കട്ടെ. എന്നാ നീ ഇവിടെ ഇരിക്കേ, ചേച്ചി പോയി നല്ല സ്പെഷ്യൽ കോഫി വാങ്ങിയിട്ട് വരാമേ. ഓക്കേ. കോഫി എവിടെ? നീ എന്തിനാ എന്നെ എവിടെ പിടിച്ചോണ്ടിരുന്നു? അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? അങ്ങോട്ട്. അയാളെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. ഒരു പിക്ക് എടുത്ത് വയ്ക്കാം. അവൻ്റെ അവിടെ ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. കാണാൻ എന്നെ ഗ്ലാമറാ കൊച്ച്. കൊള്ളാടി. ഞാൻ എന്തായാലും നോക്കായിരുന്നതാടി. പുള്ളി ഇപ്പൊ ബുക്കിലായിപ്പോയി. എന്നാലും കാണാനൊക്കെ കൊള്ളാം. ഇനി നീ നോക്കിയ നിന്റെ കണ്ണ് ഞാൻ കൊത്തുപൊട്ടിക്കും. നീ എന്തിനാ എന്റെ കണ്ണ് കൊത്തുപൊട്ടിക്കണം? അതൊക്കെ ഞാൻ പറയാം. നീ ഇപ്പൊ വീട്ടിൽ പോ, എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവരെവിടെ പോണ? ചിലപ്പോ ലൈവായിട്ട് ഗിഫ്റ്റ് അടിക്കാൻ പോണായിരിക്കും. നീ പറഞ്ഞിട്ട് പോയില്ലേ? ഇല്ല, അത് പിന്നെ വണ്ടിയുടെ കയ്യിൽ നിന്റെ നീ കാരണം അവര് മിസ്സായി പോയി. നീ വാ. ഇവിടെ നിനക്ക് ഇനി എന്താ കാര്യം? വാ. മിസ്സായില്ല, അതോ പോണം. അതോ അവിടെ നിന്ന് സംസാരിക്കണം. എന്നാ നമുക്ക് ആ കാറിന്റെ ബാക്കിൽ പോയി നിൽക്കാം. നീ എന്തിനാ അവരെ പുറകെ പോണം? നീ എന്തിന് ഫോട്ടോ എടുത്തത്? ഒരു സുഖം. ആ സുഖത്തിന് തന്നെ വാ. എന്നല്ല സാർ, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാം. കല്യാണം കഴിഞ്ഞ് 2 മാസം ഹണിമൂണിന് പോകാൻ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങളെ പിടിച്ച് ഈ കേസ് ചെയ്തതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? അതിനിപ്പോൾ എന്താ, നിങ്ങൾക്ക് അവിടെ ഹണിമൂൺ ആഘോഷിക്കാമല്ലോ. അവർ ഹണിമൂണിന് പോയെന്ന് നിന്നോട് പറഞ്ഞു? ഇല്ല, ചുമ്മാ പറഞ്ഞത്. നിങ്ങൾ പോയി പൊട്ടിയിരുന്നെങ്കിൽ അടുപ്പിക്കാത്ത അടിച്ചു പൊട്ടിയിരുന്നില്ല. ശരി മേഡം. അല്ല സാർ, വേണ്ടായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഗോവയിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ലേ സാർ. 2 പേരെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ശിവൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അത് ശിവൻ്റെ ഒന്നും അല്ല. ശിവൻ്റെ അല്ലെങ്കിൽ പിന്നെ മഹിയുടെയാണോ? അത് ശിവന്റെ അല്ല, മഹീരയല്ല, എൻ്റെതാ. എൻ്റെന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. വേണ്ടപ്പെട്ടതോ? ശരിയാക്കി തരാം. നാളെ
മര്യാദ മാറിയിരിക്കും പെണ്ണുപിള്ളി. ഈ കിളവിയെ കിട്ടാൻ വേണ്ടിട്ടാണ് 4 വർഷം താൻ എന്റെ പറയുന്നത്. പാറു, നീ ഇതെന്താ ചെയ്യുന്നേ? സാറിന് വിട്. അനന്നെ, നീ ഇത് കേൾക്കണം. 4-5 വർഷമായിട്ട് ഇയാൾ എന്റെ പുറകെയായിരുന്നു. ഞാൻ ഒന്ന് നോ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഇവള് പുറകെ പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? പാറു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടടി. ഒന്നും പറയണ്ട, തന്നെ ഞാൻ ഇന്ന് കൊല്ലും. ശരി എന്നാ, നീ വീട്ടിൽ പോയിക്കോ. ഇവിടെ കാര്യം ഞാൻ ഏറ്റ്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. എന്നെ താഴെ നിർത്തണം. അയ്യോ നാട്ടുകാരെ, ഈ പീഡകം എന്നെ പീഡിപ്പിക്കാൻ പോണേ. ഇനി നീ എവിടെ വെച്ചാൽ അറിയാം, ഇതിനും വലുതായിരിക്കും ഞാൻ തരണം. മിണ്ടാതാ ഇരി എന്റെ കയ്യിൽ. ഇത് ഞാൻ എങ്ങനെ പോകും? 21 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ക്ലോസ് ആയത് അങ്ങനെ തന്നെ ഇരുന്നാ മതി ആ കേസ്. അതും പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇനി വരരുത്. വന്നാൽ ഞാൻ അതിനെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. അവർ 3 പേരും പരസ്പരം നോക്കുന്നു. കേസ് അന്വേഷിച്ച ഓഫീസർ എൻ്റെ അമ്മയാണ്, ഗൗരി. എൻ്റെ അമ്മയുടെയും ഗീതയുടെ മരണവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് റീഓപ്പൺ ചെയ്യാതെടുത്തത്. അങ്ങയുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ കേസിന് മുന്നോട്ട് പോകാനും പറ്റില്ല. പ്ലീസ്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ മാന്യമായിട്ടാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പോകാൻ. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ദുർഗയ്ക്ക് അയാളുടെ സംസാരം കേട്ടിട്ട് ദേഷ്യം വന്നു. വാടി പോവാ. ഇനി നമ്മൾ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അദ്ദേഹം സഹായിക്കില്ലെന്നല്ലേ പറഞ്ഞു. എന്നാലും എന്തോ ഉണ്ട്. അതായിരിക്കും ഇങ്ങനെയൊക്കെ അയാൾ പറഞ്ഞത്. ഹായ്, ഞാൻ ദേവസി. മുത്തശ്ശൻ ദേഷ്യപ്പെട്ടതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ദേഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും കേസിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാറിൻ്റെ സഹായം വേണം. നിങ്ങൾക്ക് ഈ കേസിൽ മുത്തശ്ശൻ്റെ സഹായം വേണമെങ്കിൽ അമ്മാവിനെ പോയി കണ്ടാൽ മതി. അദ്ദേഹം പറഞ്ഞ മുത്തശ്ശൻ കേൾക്കും. അമ്മാവൻ, അതായത് അവൻ, അദ്ദേഹം പറഞ്ഞ മുത്തശ്ശനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ആരെ ഏൽപ്പിച്ചു? അത് ഗീതമ്മയുടെ ഹസ്ബൻഡ്. അദ്ദേഹം ഇപ്പം എവിടെയുണ്ട്? വലിയ